വരുന്ന ഒരു യുവപ്രതിഭയല്ലേ? നാളെ ഞാൻ ആരായില്ലെന്ന് ആര് കണ്ടു? ഒരു കലാതിലകമായാലോ, കാവ്യമാധവനെ പോലെയോ മഞ്ജു വാര്യരെ പോലെയോ നവ്യ നായരെ പോലെയോ നാളെ ഞാൻ സിനിമയിൽ കയറി വരും. നൃത്തം ഒരു വലിയ മഹാസാഗരമാണ്. ടീച്ചർ അതിൽ മുങ്ങി തപ്പിക്കോളൂ. ഞാനതിന്റെ തീരത്തിരുന്നൊരു ചൂണ്ടയിട്ടോ. എന്റെ പൊന്നോ, വിഷയല്ലേ? പാട്ടെന്ന് വെച്ചാ എനിക്ക് ജീവനാണ്. പാട്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചൊക്കെ. ആ, അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടിയിട്ട് പോയാ മതി. പാടി എന്റെ അമ്മ, ഇതൊക്കെ ആരുടെ? ഏത് ടൈമില്ലേ സത്യം? ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്റെ അമ്മോ, എന്റെ ആളിയെ ടൈമിങ് നോക്ക്. വിഷയം ടൈമിംഗ് ആണോ? എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇവിടെ കൊയ്യുണ്ടെന്ന്. ഈ കൊരങ്ങൻ എപ്പോഴും നുണയെ പറയൂ. എടി മൂദേവി, ഞാൻ കൊരങ്ങനല്ലടി, ചിമ്പൻസിയാണ്, ചിമ്പൻസി. അതിന് കലി വന്ന് എന്തൊക്കെ ചെയ്യുമെന്നറിയോ? കടിക്കും, മാന്തം, പിച്ച് ചെയ്ത് കീറും. എന്നെ വിടറാ. അയ്യോ, എനിക്ക് വിശക്കുന്നേ. നിനക്ക് പൊറോട്ടയും ചിക്കനും ഞാൻ വാങ്ങിച്ചോണ്ട് ഓടാ അവിടുന്ന്. പാതിരാക്കി നിന്റെ അച്ഛനുണ്ടാക്കി വെച്ചിരിക്കുക പൊറോട്ടയും ചിക്കനും. എന്റെ അമ്മോ, എന്റെ ആളെയ എന്തോരം പ്രാക്ടീസ് ഉണ്ടാവല്ലേ? അസുഖം കളഞ്ഞല്ലോ. നമുക്കിന്ന് നിർത്താം. രാജമാണിക്കോ, ഈ സംഗീതം വരുന്നത് ഒരു പ്രത്യേക മൂഡിലാണ്. ആ സമയത്ത് ശല്യപ്പെടുത്തരുത്.
ആരാ മരിച്ചു? അത് വെള്ളം അടിച്ച് ലിവർ പോയി മരിച്ചു ചന്ദ്രു. ചന്ദ്ര ഏതാ എന്റെ അമ്മ. കിടില